എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, രാജ്യത്ത് സമ്പൂർണ്ണ സാക്ഷരതയുള്ള 4ാമത്തെ സംസ്ഥാനമായി ഹിമാചൽ പ്രദേശ് മാറുകയാണ്. മറ്റ് 3 സംസ്ഥാനങ്ങൾ ത്രിപുര, മിസോറാം, ഗോവ. 15 വയസ്സിന് മുകളിലുള്ളവർ 95% പേർക്കും സാക്ഷരത ഉണ്ടെങ്കിലേ ഈ പദവി കിട്ടൂ എന്നാണത്രേ. അപ്പോൾ കേരളം എന്നൊരു ചോദ്യമാണ്. എല്ലാം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമർപ്പിക്കാം ശ്രീ NK ഹരിദാസ് വളരെ വേഗത്തിൽ. നോക്കൂ, ഈ ആഭ്യന്തര വകുപ്പിനുള്ളിൽ ഒരു ക്രമസമാധാനം വേണം. എങ്കിലേ നാടിന് ഒരു ക്രമസമാധാനം കൊടുക്കാൻ അവർക്കാകൂ. നിലവിലത്തെ അവസ്ഥയിലെ കഴിഞ്ഞ 9 വർഷവും 3 മാസവും നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിനുള്ളിലെ ക്രമസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നത് നമുക്ക് അൻവറിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടോ അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാടുകളോടോ ഒന്നും തന്നെ യോജിച്ചില്ലെങ്കിലും അൻവർ പുറത്തുവിട്ട സുജിത് സാർ എന്ന് പറയുന്ന SP-യുടെ ഒരു ടെലിഫോൺ സംഭാഷണം, അൻവറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്നത് എന്താ? ADGP അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി കച്ചവടക്കാരനാണ്. അദ്ദേഹം കച്ചവടം ചെയ്യാനല്ലേ ഈ വകുപ്പിൽ തന്നെ ഇരിക്കുന്നത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വസൂൽ ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന് മറ്റേ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കുന്നതിൽ പങ്കുണ്ട്. ഇത്തരത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് SP ആണെന്നിരിക്കെ നമ്മുടെ ആഭ്യന്തര വകുപ്പിനുള്ളിൽ നമ്മുടെ പോലീസുകാർക്കിടയിൽ അവർക്കുള്ളിലുള്ള സ്വരച്ചേർച്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പോലീസുകാർക്കുള്ളിൽ സ്വരച്ചേർച്ച ഉണ്ടായാലാണ് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നീതി ലഭിക്കുക. ആ നീതി ലഭിക്കുന്ന കാര്യത്തിൽ കേരളം ഏറെ പുറകിലാണ്. ഇത്തരം പോലീസുകാർ കാണിച്ചു കൂട്ടുന്ന ഈ ജനങ്ങളുടെ നേരെ കയ്യേറ്റം അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാളെയോ മറ്റന്നാളോ ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൂടിയായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയാൽ നമുക്കതിൽ അത്ഭുതപ്പെടാനാവില്ല. കാരണം അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളിൽ ഒരു സാഡിസ്റ്റിനെ പോലെ അനുഭവിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇവിടെ കോട്ടയത്ത് കെവിൻ എന്ന് പറയുന്ന 26-കാരൻ മരിച്ചിട്ട് ഒരു 21-കാരിയെ വിധവയ്ക്ക് തുല്യമാക്കിയത് ആ പോലീസ് സ്റ്റേഷനിൽ 4ഓ 5ഓ തവണ ഈ പാവം പെൺകുട്ടി വിളിച്ചു പറഞ്ഞു. എന്തെന്ന്? എന്റെ ഭർത്താവിനെ കാണാനില്ല, എന്റെ ഭർത്താവിനെ എന്റെ വീട്ടുകാർ പിടിച്ചുകൊണ്ട് പോയിരിക്കുക, അദ്ദേഹത്തിന് എന്തും സംഭവിക്കാം. പോലീസുകാർ പറഞ്ഞ മറുപടി എന്താ? മുഖ്യമന്ത്രി കോട്ടയത്തുണ്ട്, അദ്ദേഹത്തിന് ഞങ്ങൾക്ക് പരിരക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്വം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മറ്റു ഡ്യൂട്ടികൾക്ക് പോകാൻ സാധിക്കുമെന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു അഭയം, അതായത് പരിരക്ഷ അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി വിളിച്ചപ്പോൾ പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ പോലീസ് തരം താണോ എങ്കിൽ അതിന് ഉത്തരവാദി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടും വേണ്ടി വന്നാൽ ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളം ഭരിച്ചിട്ടുള്ള നമുക്ക് നാളെ സാക്ഷരതയിൽ എന്നല്ല എല്ലാ കാര്യത്തിലും നമ്മുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിലൊരു അത്ഭുതപ്പെടാനുമില്ല ശ്യാമൻ. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോഴത്തെ ഈ സർക്കാരിനോ ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും അറിയുന്നില്ല. ഏതൊക്കെ DGP-മാർ അധികാരം ഏറ്റിട്ടുണ്ട് മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ അധികാരം ഏറ്റതിന് ശേഷമെങ്കിൽ അവരൊക്കെ പോലീസ് എങ്ങനെ ജനങ്ങളോട് നികുതിദായകരോട് പെരുമാറണമെന്ന് പറഞ്ഞിട്ടുള്ള സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു DGP-യും തന്റെ കീഴിലുള്ള ADGP-മാരെ അത് പരിശോധിക്കുന്നുണ്ടോ എന്നോ, ADGP-മാരെ IG-മാര് പരിശോധിക്കുന്നുണ്ടോ എന്നോ, IG-മാരെ SP-മാര് പരിശോധിക്കുന്നുണ്ടോ എന്നോ, SP-മാരെ തങ്ങൾക്കുണ്ടായുള്ള DYSP-മാരും സർക്കിൾ ഇൻസ്പെക്ടർമാരും പരിശോധിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ കയ്യിൽ കിട്ടി 23 മാസവും 16 മാസവും അത് കണ്ട് രസിക്കുന്ന നിലയിലേക്ക് നമ്മുടെ സേന മാറിയെങ്കിൽ ആ സേനയുടെ മാറ്റത്തിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്കും ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ കീഴിലാണ് ഈ ആഭ്യന്തര വകുപ്പ്. അത് ദയവായി അങ്ങ് ഓർക്കണം. സക്രിയമായ ഒരു ഇടപെടൽ അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്.